നീ അങ്ങനെയല്ലേ, നീ എത്ര പ്രാർത്ഥിച്ചാലും ശരിയാവില്ല, കാരണം നിന്റെ സ്വഭാവം, കയ്യിലിരിപ്പ് ഇങ്ങനെയല്ലേ എന്നുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 191. നിന്റെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാതിരിക്കുക. ഹരേ കൃഷ്ണ. നമസ്കാരം. ഒരുപാട് നാളുകളായല്ലേ വീഡിയോകളൊക്കെ ചെയ്തിട്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മൾ 2-3 കൊല്ലമൊക്കെ മുന്നേ സ്ഥിരമായിട്ട് വീഡിയോകൾ ചെയ്യുമായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു, മറ്റുള്ള വീഡിയോകളായി. ഇപ്പോൾ പ്രായം കൂടി വരുന്നതിനാൽ ഉത്തരവാദിത്തങ്ങളും കൂടി വരികയാണല്ലോ. അതുകൊണ്ടാണ് വീഡിയോകളൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ കൃപയാൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ, അറിവുകൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ അല്ലേ. ഇന്ന് നമുക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ തിരഞ്ഞെടുക്കാം. നമ്മൾ എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ഓരോ ദിവസവും ചിലപ്പോൾ ഓരോ കാര്യങ്ങളായിരിക്കും കണ്ണനോട് പറയാറുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തായിരിക്കും ഫലം? എന്തായാലും നമ്മുടെ എല്ലാം ബലഹീനതകളായിരിക്കും ഭഗവാന് മുന്നിൽ സങ്കടത്തോടെ കാഴ്ചവെക്കുന്നത്. അത് മൂന്നാമതൊരാൾ അറിഞ്ഞാലോ എന്തായിരിക്കും സംഭവിക്കുക? അത് പ്രതികൂലമായി നമ്മളെ ബാധിക്കുമോ, അത് ഗുണം ചെയ്യുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും ലളിതമായി നമ്മൾ പറയുവാൻ പോകുന്നത് കേട്ടോ. തീർച്ചയായും മുഴുവനായി തന്നെ കാണണം, കാരണം അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. മാത്രമല്ല ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാട്ടോ. പണ്ടത്തെ പോലെ തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. തുടക്കമേ തന്നെ സസ്പെൻസ് ഒന്നും ഇല്ലാതെ ആ കാര്യം അങ്ങ് വെളിപ്പെടുത്തിയേക്കാം. ഒരു കാരണവശാലും നാം രഹസ്യമായി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അതെന്തു തന്നെയായാലും, നമ്മുടെ ഉറ്റ സുഹൃത്തോ കുടുംബാംഗമോ ആയാൽ പോലും അത് മൂന്നാമതൊരാൾ അറിയുവാൻ ഇടവരുത്തരുത്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിക്കുക. തുടക്കമേ പറഞ്ഞതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, അതും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കൂടുതലും നമ്മുടെ ബലഹീനതകളായിരിക്കാം. സാമ്പത്തിക നഷ്ടങ്ങൾ, കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ, നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഭഗവാനോട് പറയുക. ഭഗവാൻ അതെല്ലാം നീക്കി നല്ലപോലെ നമ്മളെ കാക്കുമെന്നും പരിപാലിക്കുമെന്നും ഉള്ള വിശ്വാസത്തോടെയാണ് കണ്ണനോട് പ്രാർത്ഥിക്കുകയും വഴിപാടുകളും പൂജകളെല്ലാം കഴിക്കുകയും ചെയ്യുന്നത്. മറിച്ച് നാം ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്രകാരം എല്ലാ കാര്യങ്ങൾക്കും ഉള്ളു തുറന്നാൽ ചിലപ്പോൾ പല ഘട്ടങ്ങളിലും അവർ നിങ്ങളെ സങ്കടപ്പെടുത്തിയേക്കാം. അതെങ്ങനെയാണെന്നല്ലേ ഉദാഹരണ സഹിതം പറയാട്ടോ. ഉദാഹരണമായി, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടുകൂടിയും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണെന്ന് കരുതുക. അങ്ങനെ പറയുന്ന വേളയിൽ അവരെല്ലാം, നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം അത് നല്ലപോലെ കേട്ടിരിക്കും. നിങ്ങളുടെ ബലഹീനതകൾ എന്താണ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ നോവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ വീക്ക്നെസ് എന്ന് പറയും, വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. ശേഷം എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാകാം, മാസങ്ങൾ കഴിഞ്ഞാകാം, ആരെങ്കിലും ഒക്കെ ആയിട്ട് തെറ്റുവാനായി ഇടയാകും. ചിലപ്പോൾ ചില കുഞ്ഞു കാര്യങ്ങൾ മതിയാകും. ഏതെങ്കിലും ഒരു സുഹൃത്തുമായി നിങ്ങൾ ശത്രുതയിലാകുമ്പോൾ, സ്വരച്ചേർച്ചയിലെത്തുമ്പോൾ, നാളെ അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് നോവിക്കുവാനായി തുടങ്ങും. വീക്ക്നെസ്സിൽ കയറി പിടിക്കുകയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ബലഹീനതകൾ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവർ നിന്നിലേക്ക് ഒരു അമ്പ് പോലെ എഴുതിക്കൊണ്ടേയിരിക്കും. നീ അങ്ങനെയല്ലേ, നീ എത്ര പ്രാർത്ഥിച്ചാലും ശരിയാവില്ല, കാരണം നിന്റെ സ്വഭാവം, കയ്യിലിരിപ്പ് ഇങ്ങനെയല്ലേ എന്നുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവർ നമ്മിലേക്ക്, നമ്മളോടും മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനേറെ, നമ്മളെ അടിമുടി പരാജയപ്പെടുത്തുവാൻ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് വഴി അവർക്ക് എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും. ആയതിനാൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സ് തുറക്കുമ്പോൾ, കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ അപ്രകാരത്തിലുള്ള സംഭാഷണത്തിലേക്ക് ഏർപ്പെടുവാൻ പാടുള്ളൂ. ഈ പറഞ്ഞവയെല്ലാം ഭക്തർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി മറ്റാരും ചിന്തിക്കാത്ത ഒരു കാര്യം കൂടി പറയട്ടെ. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക്
കൂടുതൽ വ്യക്തമാകും എന്താണ് ഇതിൻ്റെ ഫലമെന്ന്. ഈ ഒരു കാര്യവും ഉദാഹരണത്തിലൂടെ തന്നെ പറഞ്ഞു പോകാം. നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു ക്ഷേത്രയാത്ര നടത്തുകയാണെന്ന് കരുതുക. ആ ക്ഷേത്രയാത്രാ വേളയിൽ നമ്മളെല്ലാവരും പരസ്പരം വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഞാനും അല്ലെങ്കിൽ നിങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ പ്രകാരം പറയുകയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഒരു ഫലവും എനിക്ക് ലഭിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥനാ രീതികൾ ഇങ്ങനെയാണ്. ഞാൻ വ്രതമൊക്കെ എടുക്കുമ്പോൾ ഇത്തരത്തിലാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതും പ്രാർത്ഥനയുമായി ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെയും പരസ്യമായി മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെന്താണെന്നോ പ്രധാനമായും കരുതുക, നിങ്ങളൊരു വിഡ്ഢിയാണെന്നായിരിക്കും പ്രധാനമായും കരുതുക. ഇവൾ എന്താണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെയായിരിക്കും ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഭക്തിയെ പോലും അവർ അളന്നേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയുന്ന, ചിന്തിക്കാതെ പറയുന്ന ഓരോ വാക്കുകൾ മൂലവും മറ്റുള്ള ഭക്തർ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മിലെ ഭക്തിയെ പോലും അളക്കുവാനുള്ള ആ ഗതികേടിലേക്ക് എന്തിനാണ് എത്തിച്ചേരുന്നത്? അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ, പ്രധാനമായും പ്രാർത്ഥനയുമായോ അല്ലെങ്കിൽ ഭഗവാനുമായോ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, രണ്ടാമതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ പറയുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തിയേക്കാം. ശരി, അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ചെറിയൊരു വിഷയമായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും തീർച്ചയായും ഒരു മടിയും കൂടാതെ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും താഴെ എഴുതിക്കൊള്ളുക. രസകരമായി തന്നെ എഴുതുക. മറ്റുള്ള ഭക്തരും അതെല്ലാം വായിച്ച് അവർക്കും അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാനുണ്ടാകും. അതിനാൽ ഒരു മടിയും കൂടാതെ എഴുതുക കേട്ടോ. ഇനി അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ, ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു അമ്മയെക്കുറിച്ചാണ് പറയുവാനുള്ളത്. രാജലക്ഷ്മി എന്നാണ് അമ്മയുടെ നാമധേയം. സ്വദേശം തൃശ്ശൂരാണ് കേട്ടോ. തൻ്റെ മകളുടെ ഉന്നത വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് അമ്മ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. 15 പേർക്കുള്ള നാരായണീയം ഗ്രന്ഥമാണ് കേട്ടോ അമ്മ ഭഗവാന്റെ നാമത്തിൽ തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. എന്തായാലും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ ഈ നല്ല മനസ്സിന് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. നിങ്ങൾക്കും ഇതേപോലെ വീഡിയോകൾ സ്പോൺസർ ചെയ്യാവുന്നതാണ്, ക്ഷേത്രയാത്രകൾ സ്പോൺസർ ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. താഴെ കമൻറ്റിലും പിൻ ചെയ്തേക്കാം. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്നും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.